ബാഴ്സലോണ നഗരം ചുറ്റിക്കറങ്ങിയതിന് ശേഷം പാരീസിലെ ഈഫൽ ടവറാണ് എൻ്റെ അടുത്ത ലക്ഷ്യം. ഫ്രാൻസിൽ സ്റ്റേയൊന്നുമില്ലാതെ തന്നെ കറങ്ങാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വൈകുന്നേരം 6:05 ബാഴ്സലോണ എയർപോർട്ടിൽ നിന്നും പാരീസിലേക്കുള്ള വിമാനം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. പാരീസിലെ CDG എയർപോർട്ടിൽ ഉദ്ദേശം 8:05 ലാൻഡിംഗ് കാണിക്കുന്നത്. വ്യൂലിംഗ് എയർലൈൻ ആണ് ഞാൻ പാരീസിലേക്ക് യാത്ര ചെയ്യുന്ന വിമാനം. ആളുകളെല്ലാം തന്നെ വിമാനത്തിൽ കയറുന്ന തിരക്കിലാണ്. ഞാനും വിമാനത്തിനുള്ളിലേക്ക് കയറി. ഭാഗ്യത്തിന് വിൻഡോ സീറ്റ് തന്നെയാണ് എനിക്ക് ലഭിച്ചത്. അതിനാൽ തന്നെ ബാഴ്സലോണ എയർപോർട്ടും അതിന് സമീപത്തുള്ള കടലിൻ്റെ ദൃശ്യങ്ങളും എനിക്ക് പകർത്താനാകും. വിമാനം ബാഴ്സലോണ എൽ പ്രാറ്റ് വിമാനത്താവളത്തിൽ നിന്നും റൺവേയിലൂടെ കുതിച്ച് ഉയരുകയാണ്. കുറച്ച് സെക്കൻഡുകൾക്കകം തന്നെ എൻ്റെ വലത് ഭാഗത്ത് താഴെയായി മനോഹരമായ നീലിമ കലർന്ന മെഡിറ്ററേനിയൻ കടൽ ദൃശ്യമായി തുടങ്ങി. ബാഴ്സലോണ നഗരം പോലെ തന്നെ വിമാനത്താവളവും പച്ചപ്പിനാൽ അലങ്കരിക്കപ്പെട്ടിട്ടുണ്ട്. വിമാനം കൂടുതൽ ഉയരത്തിലേക്ക് പറന്നപ്പോൾ മെഡിറ്ററേനിയൻ സമുദ്രത്തിൽ ഒരു പൊട്ടുപോലെ ഒരു കപ്പലിനെ കാണാനായി. ആ കപ്പലിന് കുറച്ചകലെയായി ബലോറിയ എന്ന മറ്റൊരു യാത്രാ കപ്പലിനെ കാണാൻ സാധിച്ചു. ഇപ്പോൾ മേഘത്തിന് മുകളിലൂടെയാണ് വിമാനം പറക്കുന്നത്. വിമാനത്തിൻ്റെ ചിറകുകൾക്കടിയിൽ മേഘങ്ങൾ വെളുത്ത കുന്നുകളെപ്പോലെ ഉയർന്നു നിൽക്കുന്നു. ചില സന്ദർഭങ്ങളിൽ സമയം നിലച്ചു പോകുന്നത് പോലെയാണ് അനുഭവപ്പെടുന്നത്. വിമാനം പറക്കുന്നുണ്ടോ എന്ന് തന്നെ സംശയിക്കാവുന്ന തരത്തിലേക്ക് ചില സന്ദർഭങ്ങൾ അനുഭവപ്പെടുന്നു. മുകളിൽ ആകാശം നീല കളറോടുകൂടെ തെളിഞ്ഞു നിൽക്കുന്നു. ഈ മേഘങ്ങൾ നൽകുന്ന അനുഭവങ്ങൾ അതുല്യമാണ്. ഇത്തരം നിമിഷങ്ങൾ സ്വപ്നലോകത്ത് യാത്ര ചെയ്യുന്ന പോലെയാണ്. താഴെ മേഘങ്ങൾ, അതും നല്ല കട്ടിയുള്ള കനത്ത വെളുത്ത മേഘങ്ങൾ, മുകളിൽ നീലാകാശം. ഇവയ്ക്കിടയിലൂടെ പറക്കുമ്പോൾ നമ്മൾ ഭൂമിയോട് അകന്ന് സഞ്ചരിക്കുന്ന പോലെയാണ് അനുഭവപ്പെടുന്നത്. ഇത് പ്രകൃതിയുടെ മറ്റൊരു മുഖം തന്നെയാണ്. ഏകദേശം 1.5 മണിക്കൂറിൻ്റെ യാത്രയ്ക്ക് ശേഷം പാരീസ് നഗരത്തിൻ്റെ ചില ഭാഗങ്ങൾ താഴെ ദൃശ്യമായി തുടങ്ങി. സമയം ഇരുട്ടി തുടങ്ങിയിരിക്കുന്നു. വിമാനത്തിൻ്റെ ജാലകത്തിലൂടെ താഴേക്ക് നോക്കുമ്പോൾ വെളിച്ചത്തിൽ കുളിച്ചു നിൽക്കുന്ന പാരീസ് നഗരത്തെയാണ് കാണുന്നത്. വെളിച്ചം ഉപയോഗിച്ച് കീറിയ പോലെയാണ് വിമാനത്താവളത്തിൽ നിന്നും പാരീസിൻ്റെ നഗരവീഥികൾ കാണുന്നത്. വിമാനം പാരീസ് എയർപോർട്ടിൽ ഇറങ്ങി. യാത്രക്കാരെല്ലാവരും തന്നെ വിമാനത്താവളത്തിൽ നിന്നും എയർപോർട്ടിൽ ഇറങ്ങുന്നു. നേരെ ബസ്സിനുള്ളിലേക്ക് കയറുകയും ടെർമിനൽ 3-ൽ ആ ബസ് ഞങ്ങളെ എത്തിക്കുകയും ചെയ്തു. ഇതൊരു ഡൊമസ്റ്റിക് ടെർമിനൽ ആയതിനാൽ തന്നെ ഇമിഗ്രേഷനോ മറ്റു പരിശോധനകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഈഫൽ ടവറാണ് എൻ്റെ ലക്ഷ്യം. എയർപോർട്ടിൽ നിന്നും പുറത്തിറങ്ങി ബസ് ടെർമിനലിലേക്ക് നടന്നു. ഇവിടെ നിന്ന് ബസ് നമ്പർ 8282-ലാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. ഷാം ഡെ മാസ് എന്ന സ്ഥലത്താണ് എനിക്ക് ഇറങ്ങാനുള്ളത്. എയർപോർട്ടിൽ നിന്നും ബസ്സിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ 1.5 മണിക്കൂറിൻ്റെ യാത്രയാണ് അവിടേക്ക് എത്തിച്ചേരാനുള്ള സമയം. സമയത്തിനുള്ളിൽ തന്നെ ഷാം ഡെ മാസ് എന്ന സ്ഥലത്ത് ഞാൻ ബസ് ഇറങ്ങി. അകലെ നിന്ന് തന്നെ മഞ്ഞ വെളിച്ചത്തിൽ കുളിച്ചു നിൽക്കുന്ന ഈഫൽ ടവർ ദൃശ്യമായിരുന്നു. ഷാം ഡെ മാസ് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി കുറച്ചു ദൂരം നടന്ന് ഞാൻ ഈഫൽ ടവറിലെത്തി. ലോകമെമ്പാടുമുള്ള യാത്രക്കാർക്കിടയിൽ പ്രിയപ്പെട്ടത്, ലോകാത്ഭുതങ്ങളിൽ ഒന്ന്, പാരീസിൻ്റെ അഭിമാനമായി മാറിയ കെട്ടിടം. 1859 പാരീസ് ലോക പ്രദർശനത്തിന് വേണ്ടി വേൾഡ് ഫെയറിനായി നിർമ്മിച്ചതാണ് ഈ കെട്ടിടം. ഫ്രഞ്ച് എഞ്ചിനീയറായ ഗസാഫ് ഐഫലാണ് ഈ നിർമ്മിതിക്ക് പിറകിൽ. ഈ ടവർ മുഴുവനായും ഇരുമ്പ് പാളികൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. 300 മീറ്റർ ഉയരമുള്ള ഈ ടവറിൽ 3 നിലകളാണുള്ളത്. അന്തരീക്ഷത്തിലെ താപനിലയനുസരിച്ച് ടവറിൻ്റെ ഉയരത്തിൽ ചില മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട്. ചൂട് കൂടുമ്പോൾ കുറച്ച് സെൻറ്റിമീറ്റർ ഉയരം കൂടാറുണ്ട്. ഈ ടവറിനുള്ളിലൂടെ ലിഫ്റ്റ് പ്രവർത്തിക്കുന്നു എന്നതാണ് മറ്റൊരു അത്ഭുതം. ഈ ടവർ നിർമ്മിക്കുന്ന സമയത്ത് ലിഫ്റ്റ് ടെക്നോളജി വികസിക്കുന്നതിൻ്റെ പ്രാരംഭഘട്ടമായിരുന്നു. അതിനാൽ തന്നെ ഇവിടെ എത്തുന്നവർക്ക് മുകളിലേക്ക് പോകാനുള്ള ലിഫ്റ്റ് സ്ഥാപിക്കുക എന്നത് വെല്ലുവിളി നിറഞ്ഞതായിരുന്നു. അങ്ങനെ വാട്ടർ ഹൈഡ്രോളിക് ലിഫ്റ്റുകളാണ് ആദ്യകാലത്ത് ഈഫൽ ടവറിൻ്റെ മുകളിലേക്ക് എത്തുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത്.
ആധുനിക സംവിധാനമുള്ള കമ്പ്യൂട്ടറൈസ്ഡ് ലിഫ്റ്റുകളാണിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത്. മൂന്ന് നിലകളിലാണ് ഈഫൽ ടവർ സ്ഥിതി ചെയ്യുന്നത്. 57 മീറ്റർ ഉയരത്തിലാണ് ഒന്നാമത്തെ നില. ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച ഫ്ലോറാണ് ഈ നിലയിലെ പ്രധാന സവിശേഷത. 2 റെസ്റ്റോറൻറ്റുകൾ ഉൾപ്പെടെ റെസ്റ്റ് റൂംസ്, വാഷ്റൂംസ് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഈ നിലയിൽ ഒരുക്കിയിട്ടുണ്ട്. ഈഫൽ ടവറിൻ്റെ ചരിത്രവും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. 115 മീറ്ററിലാണ് രണ്ടാമത്തെ നില സ്ഥിതി ചെയ്യുന്നത്. പാരീസിൻ്റെ ഏറ്റവും മനോഹരമായ ദൃശ്യം കാണാൻ സാധിക്കുന്നത് ഈ നിലയിൽ നിന്നാണ്. ഈഫൽ ടവറിൻ്റെ എതിർവശത്തായി ഒഴുകുന്ന സൈൻ നദിയും ഈ ഫ്ലോറിൽ നിന്നും വ്യക്തമായി കാണാൻ സാധിക്കുന്നതാണ്. സന്ദർശകർക്കായി തുറന്നു വെച്ചിട്ടുള്ള 276 മീറ്ററിൽ സ്ഥിതി ചെയ്യുന്ന ഉയർന്ന നിലയാണ് തേർഡ് ഫ്ലോർ. പാരീസിൻ്റെ മുഴുവൻ നഗരഭാഗങ്ങളും ഇവിടെ നിന്നുകൊണ്ട് ആസ്വദിക്കാനാവും. ലിഫ്റ്റ് വഴി മാത്രമേ ഈ ഫ്ലോറിലേക്ക് സഞ്ചാരം അനുവദനീയമുള്ളൂ. ഈഫൽ ടവർ നിർമ്മിച്ച എഞ്ചിനീയറായ ഗസാവ് ഐഫലിൻ്റെ ഓഫീസും സ്ഥിതി ചെയ്യുന്നത് ഈ നിലയിലാണ്. ഫ്രാൻസിൻ്റെ ഹൃദയമാണ് പാരീസ്. പാരീസിലൂടെ ഒഴുകുന്ന പ്രശസ്തമായ നദിയാണ് സൈൻ നദി. ഏകദേശം 777 കിലോമീറ്റർ നീളമുള്ള ഈ നദി പാരീസിൻ്റെ ചരിത്രപരവും സാംസ്കാരികപരവുമായ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച നദിയാണ്. സെൻ നദീതീരത്ത് നടക്കുന്നതും നദിയിലൂടെയുള്ള ബോട്ട് സവാരി നടത്തുന്നതും പാരീസിലെ തന്നെ സവിശേഷമായ അനുഭവങ്ങളാണ്. സമയം രാത്രി 2 മണിയാണ്. അതിനാൽ തന്നെ നദിക്കരയും ബോട്ടും വിജനമായിരിക്കുകയാണ്. സംഗീതജ്ഞരെ കൊണ്ടും കലാകാരന്മാരെ കൊണ്ടും വിനോദസഞ്ചാരികളെ കൊണ്ടും ചെറു കച്ചവടക്കാരെ കൊണ്ടുമെല്ലാം തന്നെ ജനനിബിഡമാവുന്ന നദിക്കരയാണ് സെൻ നദിക്കര. രാത്രി സമയമായതിനാലാണ് ഈ സ്ഥലങ്ങളെല്ലാം തന്നെ വിജനമായി കിടക്കുന്നത്. രാത്രിയിൽ മഞ്ഞ വെളിച്ചത്തിൽ കുളിച്ചു നിൽക്കുന്ന ഈഫൽ ടവറിൻ്റെ കാഴ്ച അതിമനോഹരം തന്നെയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഐഫൽ ടവറിൻ്റെ തൊട്ടടുത്തുള്ള പോന്ത് ഡി ഇന പാലത്തിലാണ്. നമ്മളിവിടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒളിമ്പിക് റിങ്ങുകൾ 2024 പാരീസ് സമ്മർ ഒളിമ്പിക്സിൽ സ്ഥാപിച്ചതാണ്. ഈ പാലത്തിലൂടെ കുറച്ചുകൂടെ മുന്നോട്ട് നടന്നപ്പോഴാണ് ഏറ്റവും നല്ല സംഗീത വിരുന്ന് കാണാനിടയായത്. പാട്ടുപാടുന്ന കലാകാരന് അവിടെ കൂടിയിരിക്കുന്ന ആളുകൾ നാണയത്തുട്ടുകൾ നൽകുന്നുണ്ട്. ഗാനാസ്വാദനത്തിന് ശേഷം ലവ് ലോക്ക് ബ്രിഡ്ജ് കാണുന്നതിന് വേണ്ടി ഞാൻ വീണ്ടും മുന്നോട്ട് നടന്നു. സെൻ നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു പ്രശസ്തമായ ശ്രദ്ധേയമായ ടൂറിസ്റ്റ് അട്രാക്ഷനാണ് പോന്ത് ദേ സാർ അഥവാ ലവ് ലോക്ക് ബ്രിഡ്ജ്. ഈ നദിക്ക് കുറുകെ നീളുന്ന ഒരു പ്രശസ്തമായ കാൽനട യാത്രക്കാർക്കുള്ള പാലമാണ് പോന്ത് ദേ സാർ അഥവാ ലവ് ലോക്ക് ബ്രിഡ്ജ്. ഈ പാലം 1804 നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ കാലത്ത് നിർമ്മിച്ചതാണ്. പാരീസിൽ ഉണ്ടാക്കിയ ആദ്യത്തെ കാസ്റ്റ് അയൺ ഉപയോഗിച്ചിട്ടുള്ള പാലമാണിത്. 2008 ശേഷം പോന്ത് ദേ സാർ ലവ് ലോക്ക് ബ്രിഡ്ജ് എന്ന പേരിൽ പ്രശസ്തമായി. പ്രണയ ജോഡികൾ അവരുടെ പേരുകൾ എഴുതി ചെറിയ ലോക്കുകൾ പാലത്തിൽ ഘടിപ്പിച്ച് അതിൻ്റെ ചാവി സെൻ നദിയിലേക്ക് ഒഴുക്കിവിടുന്നത് പ്രണയത്തിൻ്റെ പ്രതീകമായി മാറി. ഈ രീതി വലിയ തോതിൽ പ്രചാരത്തിലായതോടെ പാലത്തിൽ ആയിരക്കണക്കിന് ലോക്കുകൾ പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ ഈ ലോക്കുകളുടെ ഭാരവും കെട്ടിടത്തിൻ്റെ ശേഷിയും കണക്കിലെടുത്ത് 2015 പാരീസ് അധികൃതർ ലോക്കുകൾ പൂർണ്ണമായി നീക്കം ചെയ്തു. ഈ രീതി വലിയ തോതിൽ പ്രചാരത്തിലായതോടെ പാലത്തിൽ ആയിരക്കണക്കിന് ലോക്കുകൾ പ്രത്യക്ഷപ്പെട്ടു. ഈ ലോക്കുകളുടെ അമിതമായ ഭാരം കാരണം കെട്ടിട സാങ്കേതിക വിദ്യയുടെ ശേഷിയും കണക്കിലെടുത്ത് 2015 പാരീസ് അധികൃതർ ലോക്കുകൾ പൂർണ്ണമായി നീക്കം ചെയ്തു. പാലം നിലവിൽ ശാസ്ത്രീയവും സുന്ദരവുമായ രൂപത്തിലേക്ക് തിരിച്ചെത്തിക്കുകയും ചെയ്തു. ഈഫൽ ടവറിനടുത്തുള്ള ലവ് ലോക്ക് ബ്രിഡ്ജിൽ ഇത്തരത്തിൽ ലോക്കുകൾ സ്ഥാപിക്കുന്നതിന് പാരീസ് അധികൃതർ നിരോധനം ഏർപ്പെടുത്തിയപ്പോൾ സന്ദർശകർ മറ്റു പാലങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ലോക്കുകൾ സ്ഥാപിക്കുന്ന സമ്പ്രദായം തുടർന്നുകൊണ്ടേയിരുന്നു. ഞാൻ ഇന്നത്തെ യാത്ര അവസാനിപ്പിക്കുകയാണ്.
എൻ്റെ അടുത്ത യാത്ര രാവിലെ 10 മണിക്ക് ഗര ഡെ നോർഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഫ്രാൻസിലെ കലൈസ് തുറമുഖത്തേക്കാണ്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഗര ഡെ ഈസ്റ്റ് റെയിൽവേ സ്റ്റേഷനിലാണ്. ഇവിടെ നിന്നും എനിക്ക് ഗര ഡെ നോർത്ത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോവേണ്ടത്.